ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഒരു ഫാമിലി ഇവിടെ വന്നു വെച്ചിട്ടുണ്ട്, അവർക്കും കൂടെ ഉള്ളതാണ് കേട്ടോ. ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ എല്ലാം ഒന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് ടൈമല്ല, കുറച്ച് നേരം അതുവരെ നമുക്ക് ഫുഡൊക്കെ കൊടുക്കാമല്ലോ. ഇവിടെ ഞാൻ മാത്രമല്ല, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ളതൊക്കെ ഡിന്നറായാലും ലഞ്ചായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് ദോശയും സാമ്പാറുമാണ് കേട്ടോ. ആദ്യം തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ മല്ലിയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിവാക്കി. പിന്നെ സാമ്പാർ ഞാൻ തട്ടിക്കൂട്ട് സാമ്പാർ വെക്കണ്ടെന്ന് വിചാരിച്ചു, കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അതുകൊണ്ട് ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത ഒരു സാമ്പാറാട്ടോ. അവർ സവാളയും തക്കാളിയും മാത്രമേ യൂസ് ആക്കണുള്ളൂ, പക്ഷെ ഞാൻ കുറച്ച് ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സാമ്പാർ പൊടി എന്ന് പറയുന്നത് ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്, പക്ഷെ കുറച്ച് എരിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ദോശമാവിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ചേച്ചി ഇങ്ങനെ പൊന്തി വരണേന്നൊക്കെ കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ തണുപ്പല്ലേ, അതായിരിക്കും അധികം പൊന്തി വരാത്തത്. ഇവിടെ നല്ല ഒടുക്കത്ത ചൂടാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല പൊന്തി വരുന്നുണ്ട് കേട്ടോ. അതായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.